ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത് ഇക്ബാൽ അറക്കലാണ്. ഇക്ബാൽ, ഇന്നലെ തത്സമയ ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. 15 കിലോ വേണ്ടിയിടത്താണ് 1000 കിലോയിലധികം വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പടക്ക നിർമ്മാണശാല പോലീസ് ഇപ്പോൾ സീൽ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇക്ബാൽ? ഷിഹാസ്, രോഷ്നി, ഈ തൃശൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാറമേക്കാവിന് വേണ്ടി ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന പാലക്കാട് ഉള്ള ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പോലീസും എത്തി പരിശോധന നടത്തുന്നത്. മുതലമട വെള്ളാരംകടവിലുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിനോയ് ജേക്കബിന്റെ ഉടമസ്ഥയിലുള്ള പടക്ക നിർമ്മാണശാലയിലേക്കായിരുന്നു ഇന്നലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ലൈസൻസിൽ നൽകിയിട്ടുള്ള അളവിനേക്കാൾ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിച്ചു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് 15 കിലോ മാത്രം വെടിമരുന്ന് സൂക്ഷിക്കാനുള്ള അനുമതിയാണ് ബിനോയ് ജേക്കബിന് നൽകിയിരുന്നത്. പക്ഷേ ബിനോയ് ജേക്കബിന്റെ ഈ പടക്ക നിർമ്മാണശാലയിൽ 1000 കിലോയോളം വെടിമരുന്നാണ് സൂക്ഷിച്ചിരുന്നതെന്നുള്ളതാണ് റവന്യൂ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ചിറ്റൂർ തഹസിൽദാർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസാണ് ബിനോയ് ജേക്കബിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിയെന്നും മനസ്സിലാക്കുന്നു. ബിനോയ് ഈ പാറമേക്കാവിന് വേണ്ടി വെടിമരുന്ന് നിർമ്മിക്കുന്ന വ്യക്തിയാണ്. ഏതായാലും ഇയാൾക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകും. ഇയാൾക്ക് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. അതിനുശേഷമായിരിക്കും ഇയാൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മുതലമട വെള്ളാരംകടവിലാണ് ബിനോയ് ജേക്കബിന്റെ ഉടമസ്ഥയിലുള്ള ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. ഏതായാലും അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഈ അനധികൃതമായി സൂക്ഷിച്ചിട്ടുള്ള വെടിമരുന്നെല്ലാം കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരം നിർവീര്യമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലങ്കോട് പോലീസാണ് ഇപ്പോൾ ബിനോയ് ജേക്കബിനെതിരെ കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഈ തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ട് നടത്താൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ആ ഒരു വെടിപ്പുരയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടാവുകയും 15 കിലോ സൂക്ഷിക്കാൻ അനുമതി ഉള്ളിടത്ത് ഇത്രയധികം 1000 കിലോളം സൂക്ഷിച്ചതും അത് കണ്ടുപിടിക്കുകയും ഇപ്പോൾ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നത്.